ഇനി ഇതേ ഉള്ളു കേട്ടോ, വേറെ ഇല്ല. ഇല്ല. അതവിടെ ഇരുന്നോട്ടോ, അത് ഞങ്ങൾക്ക് വേവിക്കാനാ. ദൈവമേ, എന്തുവാ സൂപ്പർ വരിക്കച്ചക്കയാണ് കേട്ടാ. കാണണ്ട ഇത് എവിടുന്ന് കിട്ടി? ഇതെവിടുന്നാ? എന്റെ പൊന്നുമോനെ, ഞാൻ പ്ലാവേ കയറിയിട്ടതല്ല. എവിടുന്നാ ശ്രീനിമാവൻ പറ. ആ, അത്രേ ഉള്ളു കാര്യം. ചങ്ങനാശ്ശേരി ഞങ്ങളൊരു വഴിക്ക് പോയി. എന്നിട്ട് അവിടെ ഒരു പ്ലാവയിൽ ഇങ്ങനെ ഒരു 5-6 ചക്ക നിൽക്കുന്നു. അപ്പം ഞങ്ങളെ കൂടെ ഒരു ഇതിന്റെ ഈ ശരണാലയത്തിന്റെ നടത്തിപ്പാരി ഉണ്ടായിരുന്നു, ശോഭകുമാരി എന്ന പേര്. അവര് ചക്ക മാങ്ങയെന്നൊക്കെ കണ്ടങ്ങ് മരിക്കും. അപ്പൊ ഞങ്ങൾ ആ വീട്ടിൽ ചോദിച്ചു 2 ചക്ക തരുമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു നിങ്ങൾ ആവശ്യത്തിന് നടത്തിക്കൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മളിവിടുത്തെ ഒരു പ്രസിഡന്റ് ഉണ്ട്, സുനിൽകുമാർ എന്ന പേര്. പുള്ളി പ്ലാവേ കയറി. പുള്ളി ചോദിച്ചപ്പോൾ ചക്ക കിട്ടി. അങ്ങനെ 3 ചക്ക കൊണ്ടുവന്നു. ഇന്നത്തെ ഡിഷ് എന്തുവാ? ഇന്നത്തെ ഡിഷ് എന്തുവാ? ചക്ക വെച്ചിട്ട് ഇത് ചക്ക കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. പിന്നെ ചക്ക ഉപ്പേരി ഉണ്ടാക്കുന്നവരുണ്ട്, ചക്ക അവിയൽ വെക്കുന്നവരുണ്ട്, തോരൻ വെക്കുന്നവരുണ്ട്. പഴയ കാലത്ത് ചക്ക കൂട്ടാനുണ്ട്, അതപ്പം നാളെ ഞങ്ങളിവിടെ വെക്കാൻ പോകും. ചക്ക കൂട്ടാനോ? ചക്ക ഇങ്ങനെ അരിഞ്ഞ് നല്ല വൃത്തിയാവണം, മണ്ണൊന്നും പറ്റാതെ ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് വേവിച്ചിട്ട്